കോട്ടയം ജില്ലയിലെ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ എട്ടുനോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കൂടിയ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. പ്രസിദ്ധമായ മണർകാട് ദേവാലയത്തിലെ എട്ടുനോമ്പ് തിരുനാളുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നമ്മൾ ഗൗരവനീയവും ചേരാം. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എത്രത്തോളമായി, അതിൽ ജാഗ്രതയോടെ കാണേണ്ട വിഷയങ്ങൾ, പ്രശ്നങ്ങളെല്ലാം സംബന്ധിച്ച് പൊതുവെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. പെരുന്നാളിന് സുരക്ഷ ഒരുക്കുന്നതിനായി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടക്കുന്ന പെരുന്നാളിന്റെ ഭാഗമായി സുരക്ഷ ശക്തിപ്പെടുത്താൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ്, റവന്യൂ, എക്സൈസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 6 മുതൽ 8 വരെ കൂടുതൽ പോലീസിനെ നിയോഗിക്കും. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘത്തിന്റെ സേവനവും ആംബുലൻസ് സേവനവും ലഭ്യമാക്കും. മേഖലയിലെ വഴിവിളക്കുകൾ അറ്റകുറ്റപ്പണി നടത്തി പ്രകാശിപ്പിക്കുന്നതിനും മാലിന്യ നീക്കത്തിനും നടപടി സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തിനെ ചുമതലപ്പെടുത്തി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ജല അതോറിറ്റി, ഫയർഫോഴ്സ്, KSCB എന്നിവർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. KSRTC കോട്ടയത്ത് നിന്നും മല്ലപ്പള്ളിയിൽ നിന്നും പ്രത്യേക 10 സർവീസുകൾ വീതം നടത്തും. ഇതുകൂടാതെ സെപ്റ്റംബർ 6 മുതൽ 8 വരെ 5 സ്പെഷ്യൽ സർവീസുകൾ കൂടി നടത്താനും തീരുമാനമായി. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനെയും സബ് കളക്ടറെയും ചുമതലപ്പെടുത്തി. ഒരാഴ്ചയ്ക്കകം റോഡിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് പെരുന്നാൾ. ജില്ലാ കളക്ടർ ജോൺ വി. സാമുവൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം റെജി M. ഫിലിപ്പോസ്, സബ് കളക്ടർ D. രഞ്ജിത്ത്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P. ആനന്ദ്, കത്തീഡ്രൽ സഹവികാരി ഫാദർ കുര്യാക്കോസ് എബ്രഹാം കോർ എപ്പിസ്കോപ്പ കറുകയിൽ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പഴയ നടക്കാവ് ആലപ്പുഴ KSRTC ബസ് സർവീസിന് തുടക്കമായി. പഴയ നടക്കാവ് തീരദേശ റോഡുകൾ വഴി KSRTC സർവീസ് ആരംഭിക്കണമെന്ന് കാട്ടി H. സലാം MLA ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച മുതൽ സർവീസ് ആരംഭിച്ചത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി അങ്കണത്തിൽ നിന്ന് രാവിലെ 8-ന് ആരംഭിച്ച സർവീസ് H. സലാം MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. വാഹനത്തിൻ്റെ ഒരു കുറവും പിന്നെ നമ്മുടെ ഈ റോഡുകളിലെ ചില ഭാഗത്തുള്ള പ്രയാസവും മൂലമാണ് നമുക്കത് സർവീസ് ആരംഭിക്കാൻ കഴിയാതെ പോയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കുറവന്തോട് ജംഗ്ഷനിലേക്ക് വന്ന് കയറുന്ന നിലയ്ക്കാണ് നേരത്തെ വാഹനം ഓടിയിരുന്നത്. ATU മറ്റ് KSRTCയിലെ ആലപ്പുഴ ഉദ്യോഗസ്ഥരും കൂടി ചർച്ചയുടെ ഭാഗമായി എസങ്കവലയിൽ നിന്ന് കിഴക്കോട്ട് പോയി കൊപ്പാറക്കടവ് വഴി പോകുന്ന നിലയിലേക്കാണ് ഇപ്പോൾ സർവീസ് ഒന്ന് പുനഃക്രമീകരിച്ചിട്ടുള്ളത്. പഴയടക്കാവ് റോഡ് അവിടുന്ന് തെക്കോട്ട് മുരളിമുക്കും അതുപോലെ മാമ്പലത്തറ ഭാഗത്ത് കുറച്ചുകൂടി വീതി എടുക്കേണ്ട ഒരു ഭാഗവും പണിയേണ്ട ഭാഗവുമുണ്ട്. അതിൻ്റെ ടെൻഡർ ഇപ്പോൾ കഴിഞ്ഞു. ആ വർക്ക് പൂർത്തീകരിക്കപ്പെട്ടാൽ നേരെ തന്നെ വാഹനം തെക്കോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് സർവീസ് നീട്ടാൻ കഴിയും. വണ്ടാനം ആശുപത്രിയിൽ നിന്ന് വളഞ്ഞ വഴി SN കവല വഴി കിഴക്കോട്ടെത്തുന്ന ബസ് കൊപ്പാറക്കടവ് ജംഗ്ഷൻ വഴി വടക്കോട്ട് പഴയ നടക്കാവ് റോഡിലൂടെ കളർകോട് ക്ഷേത്രം, കൈതവന, പഴവീട് വഴി ആലപ്പുഴ KSRTC സ്റ്റാൻഡിലേക്കാണ് സർവീസ് നടത്തുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ നാട്ടുകാരും നിരവധി സംഘടനാ ഭാരവാഹികളും സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ പൂമാലയണിയിച്ചും ലഡു വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ബസ്സിന് ആവേശോജ്വല സ്വീകരണം നൽകി. ആരംഭത്തിൽ ഒരു സർവീസ് മാത്രമാണ് ഉണ്ടാകുക. പഴയ നടക്കാവ് റോഡിന്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് സർവീസ് ദീർഘിപ്പിക്കുകയും കൂടുതൽ സർവീസുകൾ ആരംഭിക്കുകയും ചെയ്യും. കാലതാമസമില്ലാതെ തീരദേശ റോഡ് വഴിയും നേരത്തെ ഉണ്ടായിരുന്ന സർവീസ് പുനരാരംഭിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S. ഹാരിസ്, PG സൈറസ്, സജിത സതീശൻ, AS സുദർശനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. അഞ്ജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ, KSRTC ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിലെ നവീകരിച്ച കിഴക്കും പടിഞ്ഞാറും ഗോപുരമാളികകളുടെ സമർപ്പണം നടന്നു. ക്ഷേത്ര നവീകരണ യജ്ഞത്തിന്റെ 1-ാം ഘട്ടമെന്ന നിലയിലാണ് ഗോപുരങ്ങളുടെ നവീകരണ ജോലികൾ പൂർത്തിയാക്കി സമർപ്പണം നടത്തിയത്. എല്ലാ നന്മകളും ചേർന്നിരിക്കുന്ന സങ്കല്പമാണ് ക്ഷേത്രങ്ങളെന്ന് സമർപ്പണ ചടങ്ങ് നിർവഹിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. 2-ാം ഘട്ട നവീകരണ ജോലികൾ ആരംഭിക്കുന്നത് ക്ഷേത്രത്തിലെ നാലമ്പലം നവീകരണത്തോടെയാണ്. കാലപ്പഴക്കം മൂലം ജീർണിച്ചുപോയ നാലമ്പലത്തിന്റെ തടിക്കൂട്ടുകൾ മാറി പുതിയ തടിക്കൂട്ടുകൾ നിർമ്മിക്കുകയും ഓടുകൾ മാറ്റി ചെമ്പുപാളികൾ തറയ്ക്കുകയുമാണ് 2ാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് 2.5 കോടി രൂപയോളം ചെലവ് കണക്കാക്കുന്നു. ഭക്തജനങ്ങളിൽ നിന്നും തുക പിരിച്ചെടുക്കുന്നതിനുള്ള കൂപ്പണുകളുടെ അനുവാദം ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ നൽകിയിരുന്നു. കൂടാതെ ആഞ്ഞിലി, തേക്ക് എന്നീ ദേവവൃക്ഷങ്ങളും ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്.
ഗോപുരങ്ങളുടെ പൂർത്തീകരണത്തിന് ആവശ്യമായ മുഴുവൻ തടികളും ഭക്തജനങ്ങളുടെ വകയായിട്ടാണ് സമർപ്പിച്ചത്. ക്ഷേത്രോപദേശക സമിതിയുടെയും നവീകരണ സമിതിയുടെയും പൂർണ്ണ ചുമതലയിലും ദേവസ്വം ബോർഡിന്റെയും പുരാവസ്തു വകുപ്പിന്റെയും മേൽനോട്ടത്തിലുമാണ് നവീകരണ ജോലികൾ നടക്കുന്നത്. ഗോപുരമാളികകളുടെ സമർപ്പണവും പൊതുസമ്മേളനവും കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. എല്ലാ നന്മകളും ചേർന്നിരിക്കുന്ന ഒരു സങ്കല്പമാണ് നമ്മൾ അമ്പലം എന്ന് പറയുന്നത്. നമ്മൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ, ഞാൻ കാറിലാണ് വന്നതെങ്കിൽ പോലും ഇതിൻ്റെ ഈ മതിൽക്കെട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കരമായ ഒരു അതിശയമാണ് നമ്മുടെ മനസ്സിൽ വരും. ഈ വടക്കേ മലബാറിലെ ചില അമ്പലങ്ങളുണ്ട്, തൃച്ചംബരം, കാഞ്ഞിരങ്ങാടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് ലാറ്ററൈറ്റ് ആണല്ലോ. നമ്മുടെ വടക്കേ മലബാറിലേക്ക് പോകുന്തോറും തളിപ്പറമ്പ് ആ ഭാഗത്ത് മാടായിക്കാവ്, അതിൻ്റെ ഒരു കെട്ടുപോലെ എനിക്ക് തോന്നി. ഇതൊരു വളരെ അതിശയമായിട്ട് തോന്നി. കാരണം ഞാൻ അവിടെയാണ് ഇതുപോലെ ഞാൻ കണ്ടിരിക്കുന്നത്. ഇത് എത്രയോ സെഞ്ച്വറീസായിട്ട് നിൽക്കുന്ന ഒരു മതിൽക്കെട്ടായിരിക്കണം. ഇത് ഭഗവാന്റെ ഒരു നിശ്ചയം കൊണ്ട് മാത്രമായിരിക്കണം അത് തകരാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു അതിശയമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് അകത്ത് വന്ന് ഇവിടുത്തെ ശക്തി നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ, നിങ്ങളൊക്കെ അത് ശീലിച്ച ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബി രാധാകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി അജീഷ് കുമാർ, ഡോക്ടർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ ധനശേഖരണ ഉദ്ഘാടനം ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് അജികുമാർ നിർവഹിച്ചു. അഡ്വക്കേറ്റ് പാർവതി സഞ്ജയ്, ആർക്കിയോളജി കൺസർവേഷൻ എഞ്ചിനീയർ എസ് രൂപേഷ്, NSS എക്സിക്യൂട്ടീവ് അംഗം ഹരികുമാർ കോയിക്കൽ, മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി രഞ്ജിത്ത്, അസിസ്റ്റന്റ് കമ്മീഷണർ MV ഉണ്ണികൃഷ്ണൻ നായർ, സബ് ഗ്രൂപ്പ് ഓഫീസർ A അരുൺകുമാർ, നവീകരണ കമ്മിറ്റി ചെയർമാൻ G ജനാർദ്ദനൻ, നവീകരണ സമിതി രക്ഷാധികാരി G നീലകണ്ഠൻ പോറ്റി, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ തൃക്കുരട്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മതിലും ക്ഷേത്രത്തിന് മുൻവശത്ത് നിൽക്കുന്ന പേരാലും അപകടാവസ്ഥയിൽ. കുരുട്ടിക്കാട് ഭാഗത്ത് നിന്ന് മാന്നാർ ടൗണിലേക്കുള്ള പ്രധാന റോഡിനോട് ചേർന്നുള്ള ക്ഷേത്ര മതിലാണ് അപകടാവസ്ഥയിലുള്ളത്. മതിൽ പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെന്നും ആൽമരം വെട്ടിമാറ്റി അപകടം ഒഴിവാക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. മതിലിനോട് ചേർന്ന് ഒരു വൈദ്യുതി പോസ്റ്റുണ്ട്. അതിൽ തട്ടി നിൽക്കുന്നതിനാലാണ് മതിൽ നിലം പതിക്കാതിരിക്കുന്നത്. അതേസമയം ശക്തമായ മഴയുള്ളതിനാൽ മറ്റൊരു ഭാഗവും അടർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിളകിയാൽ മതിൽ റോഡിലേക്ക് വീഴും. നിരവധി കാൽനട യാത്രക്കാരും വാഹനങ്ങളും കടന്നുപോകുന്ന വഴിയിൽ അപകട സാധ്യത ഏറെയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ശാസ്താനട ക്ഷേത്രത്തിൻ്റെ മതിലിൻ്റെ അവസ്ഥയാണ്. നമ്മുടെ സഞ്ചാര പാതയിലൂടെ ഈ വഴിയാണ് കടന്നു പോകുന്നത്. കുട്ടിക്കാടിലേക്കുള്ള മെയിൻ പാതയാണ് കടന്നു പോകുന്നത്. ഇവിടുത്തെ ഈ ഒരു മതിൽ രണ്ട് സൈഡിൽ നിന്ന് അടന്നു നിൽക്കുകയാണ്. ഈ പോസ്റ്റയിൽ താങ്ങിയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ക്ഷേത്രത്തിനകത്തുള്ള ഒരു സൈഡിലെ മതിൽ പൂർണ്ണമായിട്ട് അടന്ന് വീണിരിക്കുകയാണ്. കഴിഞ്ഞ മഴയുടെ കാലവർഷ ഈ മഴയുടെ സമയത്ത് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൽമരം ഏത് സമയവും ഒടിഞ്ഞ് താഴെ വീഴാവുന്നതാണ്. ഇതുകൊണ്ട് കൊച്ചുകുട്ടികൾ ഒക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ കളിക്കുവാനും ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഒരു അപകടകരമായ നിലയിലാണ് നിൽക്കുന്നത്. ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നിൽക്കുന്ന പേരാലും അപകടാവസ്ഥയിലാണ്. വലിയ കാറ്റ് വീശിയാൽ മരം ഒടിഞ്ഞു വീണ് അപകടത്തിന് സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞയിടയ്ക്ക് ഈ ആലിന്റെ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു. യാത്രക്കാരായ 2 ആളുകൾ അത്ഭുതകരമായാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. തീരുമാനം ഉണ്ടാക്കി ഇത് ശരിയാക്കി എടുക്കുന്നത് വലിയൊരു ഇതായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ മുൻവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ആൽമരം, അത് ഇവിടുത്തെ 11 kV ഉൾപ്പെടെയുള്ള ലൈനുകൾ ഇതിന് തൊട്ട് താഴെ ഉണ്ട്. അത് 2 ശിഖരങ്ങളും, നേരത്തെ ഒരു അപകടം ഇവിടെ ഉണ്ടായ 2 പേരുടെ ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം ഒരു 15 ലൈനോളം പോസ്റ്റോളം ഇത് ഈ മരം വീണ് കഴിഞ്ഞാൽ 15 പോസ്റ്റോളോളം ഒടിഞ്ഞു വീഴും. ഇലക്ട്രിസിറ്റി ബോർഡിനും ഒരു വലിയ നഷ്ടം ഉണ്ടാകും. അതൊക്കെ മുൻകരുതി ഒരു നടപടി ഉണ്ടാക്കണമെന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡിനോട് ഒരു തീരുമാനം പറയാനുള്ളത്. മതിലിന്റെ അപകടാവസ്ഥ യാത്രക്കാർ ശ്രദ്ധിക്കുന്നതിനായി റോഡരികിൽ ചുവപ്പ് റിബൺ കെട്ടിയിരിക്കുകയാണ്. മതിലിന്റെയും ആലിന്റെയും അപകടാവസ്ഥ ഒഴിവാക്കാത്ത അധികാരികളുടെ നടപടിക്കെതിരെ വ്യാപകമായി പ്രതിഷേധ പോസ്റ്ററുകളും പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മതിൽ പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെന്നും ആൽമരം വെട്ടിമാറ്റി അപകടം ഒഴിവാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കമ്മിറ്റി ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകളും പല കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഇതുവരെ ഇതിനൊരു കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല. അപ്പം അധികാരപ്പെട്ട ആളുകൾ ഇതിന് വേണ്ട നടപടികൾ ഉടനെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു.
ഈ വിഷയത്തിൽ അപകട സാധ്യത കാണിച്ച് ധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ പലതവണ ദേവസ്വം ബോർഡിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും എത്രയും വേഗം അപകടം ഒഴിവാക്കാനുള്ള നടപടികൾ ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ആലപ്പുഴ മുല്ലക്കൽ തെരുവിൽ സ്ഥിതി ചെയ്യുന്ന MP ഗുരുദയാലിന്റെ ഉടമസ്ഥതയിലുള്ള ഗുരു ജുവലറിയിൽ കവർച്ച. 7 കിലോ വെള്ളി ആഭരണങ്ങളും ഗോൾഡ് മിൽറ്റ് ചെയ്ത 6 ലക്ഷം രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളുമാണ് മോഷണം പോയത്. 13 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കടയുടെ പുറകിൽ കൂടി കടന്ന കള്ളൻ സീലിംഗ് പൊളിച്ചാണ് അകത്ത് കടന്നത്. മുഖം മൂടി, കയ്യുറ എന്നിവ ധരിച്ചതിനാൽ പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിട്ടില്ല. കടയിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് നോർത്ത് SHO സജീവ് കുമാർ പറഞ്ഞു. സജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവസ്ഥലത്ത് DYSP മധു ബാബു, CI സജീവ് കുമാർ, പ്രിൻസിപ്പൽ SI അനീഷ് K ദാസ്, SI അബ്ദുൾ എന്നിവർ എത്തി അന്വേഷണം ആരംഭിച്ചു. ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. BJP തകഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന് മുന്നോടിയായി ശില്പശാല സംഘടിപ്പിച്ചു. പാർട്ടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തിക്കേണ്ടത്, പക്ഷേ ഇവിടെ 17 വരെ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന സ്ഥിതി അറിയാമല്ലോ. ഓണം വന്ന് തലേ കയറുമ്പോൾ നമുക്കൊന്നും ഒരു തിരക്കായിരിക്കും. അതുകൊണ്ട് ഓണത്തിന് മുമ്പ് ഈ പണി തീർത്തേക്കുക. അതായത് ഈ പറയുന്ന 1-ാം തീയതി മുതൽ ഒരു 7-ാം തീയതി വരെ കൊണ്ട് ആ 7 ദിവസം നമ്മൾ കേരളത്തിൽ ആ 7 ദിവസം പ്രധാന ദിവസമായിട്ട് എടുക്കുക. ആ 7 പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിച്ചവരെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് എല്ലാ മത്സരിച്ചവരും ജയിച്ചവരും എല്ലാം അവർക്ക് ഓരോ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അവരെല്ലാം നേരിട്ട് നമ്മുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അറിയിക്കും. അവർ ആ ദിവസം പൂർണ്ണമായിട്ടും ഇറങ്ങാനൊരു ഡേറ്റ് ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ വരുന്നേ ഉള്ളൂ. നമുക്ക് അതിന്റെ സമയം അനുസരിച്ച് ആ കാര്യം ചെയ്യാം. ഞാനെല്ലാം കൂടെ പറയുന്നില്ല. മോർച്ചകൾക്കും അവരുടെ പദ്ധതികൾ അതാത് മോർച്ചകളുടെ കമ്മിറ്റി കൂടി അവർക്കത് പറഞ്ഞു കൊടുക്കും. ശില്പശാലയിൽ മണ്ഡലം പ്രസിഡന്റ് D സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PK വാസുദേവൻ, TK അരവിന്ദാക്ഷൻ, ജില്ലാ സെക്രട്ടറി സജു, തകഴി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അനിൽകുമാർ, നാരായണദാസ് എന്നിവർ സംസാരിച്ചു. CPI ആലപ്പുഴ മണ്ഡലം ഏകദിന നേതൃത്വ ക്യാമ്പ് കഴിഞ്ഞ ദിവസം നടന്നു. പാർട്ടി ജില്ലാ സെക്രട്ടറി TG ആഞ്ചലോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, LC അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആലപ്പുഴ കയർ യന്ത്രനിർമ്മാണ ഫാക്ടറി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ TK സുധീഷ് ക്ലാസ് നയിച്ചു. പുതിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നിസ്സംഗതപ്പെടുത്തി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് 1-2 മാസങ്ങൾ കൊണ്ടുള്ള ജോലിയല്ല, ദീർഘകാലത്തെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാം അഭിമാനിക്കുന്ന രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കേരളത്തിൽ എങ്ങനെയാണ് പുതിയ തലമുറയെ ബന്ധ്യംകരിക്കുക എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ്. എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മോശമാണ്. ഇവിടെ നമ്മുടെ പുനഃപ്രവേലാറിൻ്റെ നാട് 18 വയസ്സിൽ വോട്ടവകാശത്തിന്, അല്ലെങ്കിൽ അന്ന് കരം കൊടുക്കുന്നവർക്ക് വോട്ടുള്ളല്ലോ, പിന്നീട് പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ടിയുള്ള സമരം, 21 മാറി 18 വയസ്സിലെ വോട്ടവകാശത്തിന് വേണ്ടിയുള്ള സമരം. എന്നാൽ ഇത്തവണ 18 വയസ്സുകാരനോട് മോനെ നിനക്ക് 18 വയസ്സായി, നിന്റെ കയ്യിലിരിക്കുന്ന അതിൽ കുത്തി നിനക്ക് തന്നെ വോട്ട് ചേർക്കാം, നീ ഒന്ന് ചേർക്കണം എന്ന് പറയുമ്പോഴും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PV സത്യനേശൻ, അഡ്വക്കേറ്റ് V മോഹൻദാസ്, R സുരേഷ്, PSM ഹുസൈൻ, DP മധു, R അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. AC കനാലിന്റെയും മണിമല പമ്പ നദികളുടെയും ഇടത്തോടുകളുടെയും ആഴം കൂട്ടി നീരൊഴുക്ക് സുഗമമാക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് കുട്ടി മാത്യു ചീരമ്പേലിൽ. കേരള കോൺഗ്രസ് മുട്ടാർ മണ്ഡലം കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട്ടിലെ ഏറ്റവും ആദ്യം വെള്ളം പൊങ്ങുന്ന ഒരു സ്ഥലമായിട്ട് ഒരു പഞ്ചായത്താണ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം മുട്ടാർ ഗ്രാമപഞ്ചായത്തിന്റെ വെള്ളപ്പൊക്കം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ മുട്ടാർ റോഡിലെ ഒരു വലിയ പാലം ഉയർത്തി പണിത് ഗവൺമെന്റ് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. നമ്മുടെ AC കനാൽ അതിന്റെ കിടങ്ങറ വലിയ പാലത്തിനും മുട്ടാർ പാലത്തിലേക്കുള്ള ചതുപ്പുകൾ മാറ്റിക്കൊണ്ട്, ചതുപ്പ് ആഴം കൂട്ടിക്കൊണ്ട് AC കനാൽ നല്ല രീതിയിൽ ആഴം കൂട്ടി തുറന്ന് ഈ ഒന്നാം ഘട്ടമായിട്ട് തുറന്ന് പ്രവർത്തിച്ച് അത് നല്ല രീതിയിൽ വെള്ളം ഒഴുകിപ്പോയെങ്കിൽ മാത്രമേ മുട്ടാർ നിവാസികളുടെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഒരു പരിഹാരം കിട്ടത്തുള്ളൂ. 2018 മഹാപ്രളയത്തിൽ മണൽ വന്നു നിറഞ്ഞ മണിമലയാറ്റിലെയും പമ്പയാറ്റിലെയും മണൽ അടിയന്തരമായി നീക്കം ചെയ്യണം. AC കനാലും പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്ന ഇടത്തോടുകളും ആഴം കൂട്ടി നീരൊഴുക്ക് വർദ്ധിപ്പിച്ചാൽ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും തോമസ് കുട്ടി മാത്യു ചൂണ്ടിക്കാട്ടി.
കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് സി ജോസഫ് ചിറയിൽ പറമ്പിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ഡോളിസ് കറിയ, സ്റ്റീഫൻ സി ജോസഫ്, മാത്യു എം വർഗീസ്, ജോർജ് തോമസ് മണലിൽ, ചാച്ചപ്പൻ മാവേലി തുരുത്തേൽ, മാത്തുക്കുട്ടി ജോസഫ്, ജോർജ് മാത്യു എന്നിവർ സംസാരിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കപ്പെട്ട നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബർ മാസം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. വള്ളംകളി നടക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ആയിരക്കണക്കിന് തുഴച്ചിൽക്കാരുടെ കുടുംബങ്ങളെ മാത്രമല്ല ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി ആളുകളുടെ തൊഴിലിനെയും അത് ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി അനിശ്ചിതമായി നീട്ടിവെച്ചത്. എന്നാൽ തൃശ്ശൂരിൽ പുലിക്കളി നടത്തുന്നത് തൃശ്ശൂർ നഗരസഭ എതിർത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ പുലികളി നടത്തുന്നതിനോട് നഗരസഭയ്ക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ അതിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് കുട്ടനാട്ടുകാരടക്കമുള്ള ആളുകളുടെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ കേരളത്തിലെ ടൂറിസം മേഖലയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളിയാണ്. കുട്ടനാട്ടിൽ നടക്കമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ദിവസങ്ങളോളം തങ്ങളുടെ ജീവനോപാധികൾ മാറ്റിവെച്ചുകൊണ്ട് ഈ വള്ളംകളിയുടെ പരിശീലനത്തിൽ ഏർപ്പെടുന്നത്. ക്ലബ്ബുകൾക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ചെലവാണ് ഈ നെഹ്റു ട്രോഫി പരിശീലനവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ടൂറിസം മേഖലയെ തന്നെ ബാധിക്കുന്ന, കാരണം ആഭ്യന്തര ടൂറിസ്റ്റുകളായാലും വിദേശ ടൂറിസ്റ്റുകളുമൊക്കെ വളരെയധികം വീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളി കാണുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ സെപ്റ്റംബറിൽ നടത്തുവാനായിട്ട്, നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുവാനായിട്ട് സർക്കാർ അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കാര്യത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. പ്രയുക്തി എന്ന പേരിൽ സംഘടിപ്പിച്ച തൊഴിൽമേളയിൽ 84 പേർക്കാണ് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ലഭ്യമായത്. 514 പേർ പങ്കെടുത്ത മേളയിൽ 198 പേർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. 16 സ്ഥാപനങ്ങൾ തൊഴിൽദാതാക്കളായി പങ്കെടുത്ത മേള H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് സെക്ടറിലെ ജോലിയെക്കാളും മെച്ചപ്പെട്ടതും അതിനേക്കാൾ വരുമാനം കിട്ടുന്നതുമായ ധാരാളം ജോലി മറ്റ് പ്രൈവറ്റ് സെക്ടർ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ നമുക്കൊരു മെന്റലി ഒരു ഗ്യാരണ്ടി ഫീൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. ഞാനിത് ഈ രണ്ട് കാര്യത്തെ കുറിച്ച് നിങ്ങളോട് പറയുന്നതിന്റെ കാരണം നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചുള്ള ഒരു സ്പേസ് ഗവൺമെന്റ് സെക്ടറിൽ കുറവായിരിക്കും. ഇപ്പൊ PSC റാങ്ക് ലിസ്റ്റ് ഉള്ളവരൊക്കെ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഉള്ള ഒഴിവിലേക്കാണ് നിയമനം വരിക. ആ ടോട്ടലായി വരുന്ന ഗവൺമെന്റ് സെക്ടറിലെ ഒരു പോസ്റ്റിന്റെ നില നോക്കിയാൽ ഒരു നിശ്ചിതമായ എണ്ണമേ ഉള്ളൂ. ആലപ്പുഴ UIT സെന്ററിൽ സംഘടിപ്പിച്ച മേളയിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷയായി. കൗൺസിലർ സിമി ഷാഫി ഖാൻ, UIT പ്രിൻസിപ്പാൾ ഡോക്ടർ TR അനിൽകുമാർ, UIT പ്ലേസ്മെന്റ് ഓഫീസർ V. അഞ്ജു, എംപ്ലോയ്മെന്റ് ഓഫീസർമാരായ മഞ്ജു V. നായർ, PR അമ്പിളി, KM മാത്യു എന്നിവർ സംസാരിച്ചു. തലവടി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മാളിയേക്കൽപ്പടി കലിങ്കിന്റെ അപ്രോച്ച് റോഡ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പണം സ്വരൂപിച്ചാണ് റോഡ് നിർമ്മാണം നടത്തിയത്. ജനകീയ കൂട്ടായ്മയിൽ നമ്മളിവിടെ ഒരു കലിങ്ങിന്റെ അറ്റ്മോസ്ഫിയർ പണിതുകൊണ്ടിരിക്കുകയാണ്. അതായത് ചക്കുളത്ത ക്ഷേത്രത്തിന്റെ പുറകിൽ മാളിയേക്കൽ പടിയിലുള്ള കലിങ്ങാണ്. അതായത് ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് പാലത്തിന്റെ ഇറങ്ങുന്ന സ്ഥലം ഏതാണ്ട് 1 ഇഞ്ചോളം 1 അടിയോളം താന്നു കിടക്കുകയാണ്. നിരവധി ആളുകൾ ബൈക്ക് യാത്രക്കാർ ഇവിടെ വീണു. 2 ദിവസം മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി സൈക്കിളെ വരുന്ന വഴിക്ക് മറിഞ്ഞു വീണത് ആ കുട്ടിയുടെ തല പൊട്ടി. ഇവരെല്ലാം കൂടെ പിടിച്ചാണ് ആ ഓട്ടോയെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോയത്. അപ്പോൾ അതിനുശേഷം ഒരു ജനകീയ കൂട്ടായ്മ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി ഏതാണ്ട് ഒരു 40,000 രൂപയോട് അടുത്ത് ചെലവിലാണ് നമ്മളിപ്പോൾ ഈ കലിങ്ങിന്റെ അപ്രോച്ച് പണിതുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇവിടെ താന്നു കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ഒരു 5-10 ലോഡ് നമ്മൾ ഈ റോഡിലടിച്ച് റോഡും ഉയർത്തിയിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി വർഷങ്ങളായി കിടക്കുകയായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ പണം സ്വരൂപിച്ചാണ് റോഡ് നിർമ്മാണം നടത്തിയത്. ഇതോടൊപ്പം അപ്രോച്ച് റോഡ് 2 അടിയോളം ഉയരത്തിൽ മണ്ണിട്ടുയർത്തുകയും ചെയ്തു. ഗോകുൽ ചക്കുളത്തുകാവ്, ജിജിൻ ദീപം, കുഞ്ഞുമോൻ നെല്ലിശ്ശേരി, ബാബു, ഗോപാലകൃഷ്ണൻ മേനാമൂട്ടിൽ, ശ്രീകുമാർ എന്നിവർ നേതൃത്വം നൽകി.
നെടുമുടി ചെമ്പുംപുറം 1626 നമ്പർ ദേവീവിലാസം NSS കരയോഗത്തിന്റെയും 323 നമ്പർ വനിതാ സമാജത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 171ാമത് ജയന്തി ദിനാഘോഷം സംഘടിപ്പിച്ചു. ഈ വർഷത്തെ കുടുംബ സംഗമവും ഇതോടനുബന്ധിച്ച് നടത്തി. ഞായറാഴ്ച രാവിലെ 9-ന് പതാക ഉയർത്തലോടെയാണ് ജയന്തി ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. 9:30 ആരംഭിച്ച ജയന്തി സമ്മേളനം കുട്ടനാട് താലൂക്ക് NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം ചട്ടമ്പി സ്വാമികൾ എന്താണ് പഠിപ്പിച്ചത്. വേദം സാർവജനീയമാണെന്നും ധർമാധർമ്മങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ എല്ലാവരും വേദം പഠിക്കണം എന്നും ഉദ്ഘോഷിച്ച ഋഷീശ്വരനായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ. സനാതന ധർമ്മം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി കാവ്യവസ്ത്രമെടുക്കാതെ യോഗമെടുക്കാതെ ഋഷി പരമ്പരയിൽ ശ്രദ്ധേയനായ വ്യക്തിത്വമാണ് സ്വാമിജിയുടെ. നമുക്കറിയാം സ്വാമിജിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. കരയോഗം പ്രസിഡന്റ് VK രവീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഡോക്ടർ K. ഗോപകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി KG മുരളീധരൻ പിള്ള, മുൻ പ്രസിഡന്റ് KG മോഹനൻ പിള്ള, വനിതാ യൂണിയൻ താലൂക്ക് കമ്മിറ്റി അംഗം സ്മിത അനിൽ, കരയോഗം ട്രഷറർ KP ഓമനക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. മാന്നാർ കുട്ടമ്പേരൂർ 3500 നമ്പർ ശ്രീ ഭഗവതി വിലാസം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 171ാമത് ജയന്തി ആഘോഷിച്ചു. ജയന്തി സമ്മേളനം കരയോഗം പ്രസിഡന്റ് സതീഷ് ശാന്തിനിവാസ് ഉദ്ഘാടനം ചെയ്തു. നീചങ്ങൾക്കെതിരെയും സാമൂഹ്യ പരിഷ്കർത്താവായി ഇന്ന് ലോകം അറിയപ്പെടുന്ന മഹാനായ മനുഷ്യനാണ് ശ്രീ ചട്ടമ്പി സ്വാമി വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി അവർ. അദ്ദേഹത്തിൻ്റെ 171ാമത് ജയന്തി ഇന്ന് കേരളമെമ്പാടും നായന്മാരുള്ളിടത്തെല്ലാം തന്നെ ആഘോഷിച്ചു വരികയാണ്. ഒരു പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ കണ്ടിരുന്ന വലിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധിക്ക് മുമ്പ് തന്നെ മലയാള ഭാഷ ജ്ഞാനഭാഷയാക്കണമെന്ന് ആവശ്യപ്പെട്ട സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു വലിയ മനുഷ്യനാണ് ശ്രീ ചട്ടമ്പി സ്വാമി അവർ. അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ശതാബ്ദി ആഘോഷവും നടന്നു വരികയാണ്. തീർച്ചയായും നായന്മാർക്ക് അഭിമാനിക്കാൻ വകയുള്ള ഇദ്ദേഹം ജയന്തി സമ്മേളനത്തിൽ കരയോഗം വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ വേലൂർ മഠം അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പ്രാർത്ഥന, പുഷ്പാർച്ചന എന്നിവയും നടന്നു. കരയോഗം സെക്രട്ടറി TK നാരായണൻ നായർ, ഖജാൻജി V. രഘുനാഥൻ നായർ, വനിതാ സമാജം പ്രസിഡന്റ് ജ്യോതി വേലൂർ മഠം, രാധിക രഘു, ഉഷ വിജയൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൃക്കൊടിത്താനം യൂണിറ്റിന്റെ ആസ്ഥാന മന്ദിരമായ പെൻഷൻ ഭവന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് N. സദാശിവൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുജനങ്ങളിൽ നിന്നോ ഇവിടുത്തെ കോർപ്പറേറ്റുകളിൽ നിന്നോ സ്വീകരിക്കാതെ അല്പസ്വല്പ വരുമാനക്കാരനായ പെൻഷൻകാരൻ അവൻ്റെ തുച്ഛമായ വരുമാനത്തിൻ്റെ ഭാഗം മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ആസ്ഥാന മന്ദിരം രൂപപ്പെട്ട് ഇന്ന് ഞങ്ങൾ പ്രവർത്തന മേഖലയിലാണ്. ഞാൻ ഓർക്കുന്നത് ഞാൻ എല്ലാം വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രൊഫസർക്കറിയാം. എറണാകുളം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിനടുത്ത് 7.5 കോടി രൂപ മുടക്കി 6 നിലയുള്ള ഒരു വലിയ മന്ദിരം ഇവിടെ പ്രവർത്തിക്കുന്നു. ഉദ്ഘാടന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് KG സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K. കേശവൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. രാജു, തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. സുവർണകുമാരി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മഞ്ജു സുജിത്, പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ K. സദാശിവൻ നായർ, ബ്ലോക്ക് പ്രസിഡന്റ് ജോണിക്കുട്ടി ഇസ്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. മങ്കൊമ്പ് വിശുദ്ധ പത്താംപിയൂസ് ദൈവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്താംപിയൂസിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങി. വികാരി ഫാദർ ജോസഫ് ബംഗ്ലാവ് പറമ്പലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കും തിരുനാൾ പ്രദക്ഷിണത്തിനും ശേഷമായിരുന്നു കൊടിയിറക്ക്. പ്രദക്ഷിണത്തിന് ബ്രദർ ജോൺ തോമസ് കൈപ്പശ്ശേരി നേതൃത്വം നൽകി. ഫാദർ ജിനോ പുന്നമറ്റത്തിൽ തിരുനാൾ സന്ദേശം നൽകി.
കൺവീനർ PT വർഗീസ് പത്തിൽ, കൈക്കാരന്മാരായ ചാക്കോ ജോസഫ് വടക്കേടം, ബാബു മണ്ണിശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.